അതെ, നമ്മളൊരു പംകിൻ ഹൗസ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ രണ്ടാൾക്കും ഇവിടെ കൂടിക്കുന്നത്. ഇപ്പം ഇന്ന് നമ്മൾ രണ്ടാളുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കൂടിക്കൊണ്ടേയിരിക്കും. ഇനിയും ആൾക്കാർ വരും. ഒരുപാട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറാൻ ഇത് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സ്ട്രീമിംഗ് ആണ്. ഓക്കെ, എന്നും നമുക്ക് സ്ട്രീമിംഗ് എപ്പോഴും സമയം നമുക്കൊരു ഫസ്റ്റത്തെ ഒരു മന്ത് 4 മണി മുതൽ ഒരു 8 മണി വരെ, അതിൻ്റെ ആ 4 മണി മുതൽ 8 മണിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രീമിംഗ് പരിപാടി തുടങ്ങിയിട്ട് നമുക്കത് എന്തെങ്കിലും രൂപത്തിലേക്ക് ആക്കാം. പിന്നെ അത് ടൈം അനുസരിച്ച് അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും കേട്ടിട്ട് ഓരോരുത്തരുടെ സമയം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു സമയം കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാം. ഓക്കെ, പിന്നെ ഞായറാഴ്ചത്തെ പരിപാടി. സോ ഞങ്ങൾ ഒരു 4-5 ദിവസമായിട്ട് ഇതിന്റെ പിന്നാലെ കെട്ടി മലിയാണ് ഇത് ഈ ഒരു സംഭവം. നമ്മളൊരു സ്ട്രീമിംഗ് തുടങ്ങാന്ന് പറയണതൊന്നും വലിയൊരു എളുപ്പമുള്ള കാര്യമില്ല എന്നുള്ളത് ഞങ്ങൾ ബോധ്യമായി, ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഞങ്ങൾക്ക് 3-4 ദിവസം, കറക്റ്റ് 3-4 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 5-6 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ ഇതിൽ ഈ സംഭവം ഈ ടെക്നോളജിയെ പഠിച്ചെടുക്കാൻ തന്നെ ഭയങ്കരമായിട്ട് മെനക്കെട്ടുണ്ട്. അപ്പം അങ്ങനെ മെനക്കെട്ട് ഉണ്ടാക്കി തട്ടിക്കൂട്ടിയെടുത്ത ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഇതിൽ സ്ട്രീം വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ അത് ഭയങ്കര വലിയ കിട്ടലാണ് ഒന്ന്. സോ ഗൈസ്, നമുക്ക് നമ്മളെ സ്ട്രീമിംഗ് പേജിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഓക്കെ, നമ്മൾ സ്ട്രീമിംഗ് പേജ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതാണ് നമ്മളെ സ്ട്രീമിംഗ് പേജ്. ഓക്കെ, നമുക്ക് ഇനിയും 7 മണിക്കൂറും 25 മിനിറ്റും 30 സെക്കൻഡും ഉണ്ട് ഇനി സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നലെ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളൂ, ഈ പറഞ്ഞ എന്താ പറയുക, നമ്മൾ റേഷൻ കാർഡോ ആധാർ കാർഡോ കൊടുത്ത് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന പോലെയാണ് ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ മനസ്സിലാക്കിയത്. കാരണം എന്താ വെച്ചാൽ ഞാൻ കരുതിയത് പെട്ടെന്ന് ഒരു അക്കൗണ്ട് തുടങ്ങി ഒരു സ്ട്രീമിംഗ് തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ആദ്യം റിക്വസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു 24 മണിക്കൂറിനുള്ളിലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് വരാമെന്നാണ് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ അത് കണ്ടിട്ട്. ഓക്കെ, സോ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 11:55 ശേഷം നിങ്ങളുടെ സ്ട്രീമിംഗ് അവൈലബിൾ ആവുമെന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 11:55 ശേഷം ഒരു കാര്യം ചെയ്താൽ നമുക്ക് 11:55 സ്ട്രീമിംഗ് വെച്ചല്ലോ, എല്ലാവരും വരട്ടെ. ഓക്കെ, എല്ലാവരും വരട്ടെ. നമുക്ക് 11:55 നമ്മുടെ സ്ട്രീമിങ്ങിന്റെ ഉദ്ഘാടനം ആക്കിക്കോട്ടെ. നമുക്ക് ഇനോഗ്രേഷൻ പരിപാടി ഇന്നാക്കാം. അപ്പൊ ഓക്കെ ഗൈസ്, എല്ലാരും 11:55 ആകുമ്പോഴത്തേന് നമ്മളെ ബിഗ് പംകിൻ ഹൗസിലേക്ക് എല്ലാവരും എത്താം. ഞാൻ ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഞങ്ങൾക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. എല്ലാവരും വന്ന് നമ്മൾ എന്തായാലും അതിഗംഭീരമായിട്ട് നമ്മളിത് പരിപാടി നടത്തും. ഇന്ന് 1 ഇനോഗ്രേഷൻ. ഓക്കെ, ഇന്ന് നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമുക്ക് 1 ഇനോഗ്രേഷൻ നടത്താൻ പോകണേ. ഇന്ന് ആർക്ക് വേണമെങ്കിലും വരാം. പിന്നെ വേറെ കാര്യം, നമ്മളെ സ്ട്രീമിലേക്ക് ഇന്ന ആള്, ഇന്ന മെമ്പർ, ഇന്ന ആള്, ഇങ്ങനെ സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഈ ഒരു പംകിൻ ഹൗസിലേക്ക് കയറി കഴിഞ്ഞാൽ മുതൽ ഇറങ്ങണ വരെ സ്ട്രീമിംഗ് തന്നെ കയറാം. അതിൽ ആർക്കും പങ്കെടുക്കാം, ആർക്കും വരാം, എല്ലാവർക്കും വന്ന് പങ്കെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഇതിൽ ഫേമസ് ആവേണ്ടവർക്ക് ഫേമസ് ആവണമെങ്കിൽ അങ്ങനെ ആവാം, എന്തും ചെയ്യാം, എന്ത് അഭിപ്രായത്തിനാണെങ്കിലും റെഡി. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പംകിൻ ഹൗസ് റൂൾസ് തെറ്റിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഓൾക്ക് സസ്പെൻഷന് പുറത്താക്കില്ല. ഇത് തന്നെ പരിപാടി. പിന്നെ ഓൾക്ക് അതിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഉള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നിലക്ക് കൊണ്ടെടുക്കാനാണ് നമ്മൾ ഈ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമുക്കൊരു പംകിൻ ഹൗസിൽ നമുക്ക് റൂൾസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഗെയിം ആക്കിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടെടുക്കാം. എന്താണ്? ഓക്കെ, സോ 11:55 എല്ലാവരും പംകിൻ ഹൗസിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് ഇന്നാണ് നമ്മളെ ഇനോഗ്രേഷൻ. ഇന്ന് ഇനോഗ്രേഷൻ നടത്തി നമുക്ക് നാളെ മുതൽ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓരോ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ വന്നേക്കണം. അപ്പോൾ ഓക്കെ, നമ്മളെ ചാനൽ നിങ്ങൾ ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, ചാനൽ കയറിയിട്ട് നിങ്ങളൊന്ന് ഇത് സബ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളെ ചാനൽ. നമ്മൾ ചാനൽ നെയിം അടിച്ചു, ചിലപ്പോൾ സെർച്ച് ചെയ്താലൊന്നും വരില്ല. അപ്പോൾ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ യൂസർ നെയിം നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക. ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ സെർച്ച് ബട്ടണിൽ നോക്കിയിട്ട് അപ്പോൾ കാണാം പംകിൻ ഹൗസ് മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പേജാണ്. 2 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, ഒന്ന് ഞാനും ഒന്ന് ഓനുമാണ്, വേറെ ആരുമല്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നമ്മളെ ഇത് വീഡിയോസും കാര്യങ്ങളും നമ്മുടെ സ്ട്രീമിലൊക്കെ എപ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളി. അതേപോലെ തന്നെ ഈ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നമ്മളെ വേദിയിലേക്ക് സ്വാഗതമാണ്. ഓക്കെ, സോ ഇന്ന് 11:55 നമ്മളെ ഇനോഗ്രേഷൻ ആണ്. സോ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യും, മാക്സിമം എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പിന്നെ എല്ലാവരും ഇന്ന് കറക്റ്റ് 11:55 ഞങ്ങൾ സ്ക്രീനിൽ വരും. എല്ലാവരും അതിൽ
പിന്നെ 11:55 കഴിഞ്ഞിട്ട് ഒരു 12 മണി. 12 മണി. ഓക്കെ 12 മണി. അതായത് ഇന്നിപ്പോ ഡേറ്റ് ഏതാണ്? 5-ാം തീയതി. ഇന്ന് 5-ാം തീയതിയാണ്. 6-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇനോഗ്രേഷൻ നടത്തുന്നു. നാളെ മുതൽ നമ്മൾ വൻ പരിപാടികൾ സെറ്റപ്പ് ആക്കുന്നു. ഓണം വരാണ്ട്, നബിദിന വരാണ്ട്, പല പല പരിപാടികൾ വരാണ്ട്. ഓരോ പരിപാടി നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണേ. ഇനിയിപ്പോ 6-ാം തീയതി നമ്മള് ഇതിൽ വന്നാണ്ട് ഇനി ഞായറാഴ്ച 7-ാം തീയതി അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നിൽ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 13-ാം തീയതി നമ്മള് നബിദിന പരിപാടി അതും വരുന്നുണ്ട്. പിന്നെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തു. സോ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്, ഞാനാണ് ഈ ചാനലിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ, ഇവനാണ് നമ്മുടെ ചാനലിന്റെ മാർക്കറ്റിംഗ് ഡയറക്ടർ. ഓക്കെ, സോ ഇനി നമ്മൾ ആൾക്കാരെ എടുക്കുന്നതാണ്. ഓരോ കഴിവുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇതിലേക്ക് ഹയർ ചെയ്ത് കൊണ്ടേയിരിക്കും. നമ്മളെ പ്ലാറ്റ്ഫോം കൊണ്ട് ആർക്കൊക്കെ വളരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും നേടാനുള്ളൊരു ഓപ്ഷനും കൂടി ആയിക്കോട്ടെ ഇത്. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താവും എന്നുള്ളത് നോക്കാം. എന്തായാലും 11:55 വാ, നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്.